ഈ ആധ്യാത്മിക പുസ്തകത്തിലോ അല്ലെങ്കിൽ നമ്മൾ പ്രഭാഷണങ്ങളോ കേൾക്കാൻ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് മായ. ഈ ലോകം മായയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കേൾക്കും. അപ്പോൾ ഈ മായയെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. ഈ ലോകം മൊത്തം മായയാണെന്ന് പറയും. എന്നാൽ ഈ മായ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കാണുന്നതെല്ലാം മായയാണ് എന്നുള്ള സത്യമാണെങ്കിലും കാണുന്നതെല്ലാം സത്യമാണെന്ന് ചിന്തിച്ചു പോയി ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് എല്ലാവരും ജീവിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മായയെ ആരും കാണുന്നില്ല. അപ്പം ആദ്യത്തെ ജ്ഞാനം എന്തെന്ന് വെച്ചാൽ, മായയെ മനസ്സിലാക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ജ്ഞാനം. നമ്മൾ നേടേണ്ട ഫസ്റ്റ് ജ്ഞാനം അതായിരിക്കണം. കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഇതിനെ തള്ളി മാറ്റുന്നില്ലല്ലോ, അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ നോക്കുന്നില്ലല്ലോ, ഇതിനെ അങ്ങ് വിശ്വസിക്കുകയില്ലേ. അപ്പോൾ ആധ്യാത്മികതയിൽ എല്ലാം മായയാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഉൾക്കൊള്ളുന്നത്, അപ്രകാരമാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞു, ഐഡിയോളജിക്കലി നമുക്ക് പലതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഉള്ളുകൊണ്ടായിട്ട് വരുന്നില്ല. അപ്പം എല്ലാം മായയാണ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിനെ എന്തുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ, എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, നമുക്കിതെല്ലാം യാഥാർത്ഥ്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇതെല്ലാം മായയെന്ന് വിശ്വസിക്കാൻ പറ്റും? നമ്മൾ ഉണരുമ്പോൾ സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഈവനിങ് ആകുമ്പോൾ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. പകലുണ്ടെന്നും രാത്രി ഉണ്ടെന്നും എന്നുള്ള അനുഭവങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ, ഭൂമിയാണ് കറങ്ങുന്നത്, സൂര്യൻ ചലിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വസ്തുതയെ യുക്തിയിൽ കൂടി അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട്, എന്നാൽ അനുഭവം എന്താണ്? ആ യുക്തിയിൽ ഉള്ള അതല്ല അനുഭവമായിട്ട് കിട്ടുന്നത്. അപ്പോൾ അനുഭവം മാറി വന്നാൽ പോലും, ഈ അനുഭവം ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്, രാത്രിയും പകലും സൂര്യൻ്റെ സഞ്ചാരമെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും യുക്തിയിൽ കൂടി ഈ ഉണ്ടാവുന്ന അനുഭവങ്ങളെ ഭേദിച്ചവന് മാത്രമേ അതിൽ നിലക്കാൻ പറ്റുള്ളൂ. അപ്പം അതേപോലെ ഒരു ആധ്യാത്മികതയിലും ആ ഒരു ധീരത കാണിക്കുന്നവർ മാത്രമേ ഈ എല്ലാം മായയാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. നമ്മൾ ആ പറഞ്ഞതിൻ്റെ ധ്വനി പിടികിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും